ചേട്ടാ ഉച്ചയ്ക്ക് മുന്നേ ലീവ് എടുക്കുവോ? നമുക്ക് പുറത്തുപോയി കറങ്ങിയിട്ടൊക്കെ വരാം. ലീവ് അതെ, നമുക്ക് വേറെ ദിവസം. ഇന്ന് തന്നെ പോവാം പ്ലീസ്. ഇന്ന് പോകാൻ പറ്റില്ല മോളെ, നമുക്ക് വേറെ ദിവസം. അല്ല ഇന്ന് പോവാം. ഇതാരാ? ഇതെന്റെ കൂടെ അവിടെ ജോലി ചെയ്യുന്ന ഫാസില്. ആണോ? മുടി വിഗാണോ? ഇത് ഒറിജിനലാണ്. എന്താ അപ്പൊ വരുമോ? നോക്കട്ടെ വരണം. നീ ഇവനെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല, ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം വണ്ടിയിൽ. അതിന് ചേട്ടന് ബുദ്ധിമുട്ടൊന്നും ആവത്തില്ല അല്ലേ ചേട്ടാ? നോക്കട്ടെ ശരി കേട്ടാ. അപ്പൊ എന്താ ജയമന്തി? ടാറ്റാ. ചേച്ചി ഒരു ഭാഗ്യവതി തന്നെ. എന്താ? അല്ല ഇത്രയും സുന്ദരനായ ഭർത്താവിനെ കിട്ടിയില്ലേ? ശ്രീകരം കൊള്ളാം, നന്നായിട്ടുണ്ട്. അവളെന്തേ കാണിക്കണ? അവന്റെ കയ്യിലൊക്കെ കയറി പിടിക്കണ എന്തിനാടി അവള്? എന്റെ ജീവിതം പോയി. ആ മീനാക്ഷി അമ്മയുടെ മോക്ക് സംഭവിച്ച പോലെ തന്നെയാവും അവസാനം. അയ്യേ, നീ അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നണേ ആ പെണ്ണെന്തോ അന്തം കെട്ട പെണ്ണാന്ന് തോന്നണം. അത് അങ്ങനെയൊക്കെ കാണിക്കണം, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടൊന്നും ആയിരിക്കൂല. അന്തം കെട്ട പെണ്ണ്. നാത്തൂനൊരു അനുഭവം ഉണ്ടാകുമ്പോ പഠിച്ചോളൂ. അയ്യടാ, നാത്തൂന് അനുഭവം. എന്റെ ക്ലീറ്റോന് എനിക്ക് നല്ല വിശ്വാസാ. ഇതെന്താ അമ്മയുടെ മുഖം ഇങ്ങനെ ചാണത്തി ചോട്ടാണ് ഇരിക്കണേ? എന്താ അമ്മേ? എനിക്ക് ഒരു സമാധാനവും ഇല്ലടി. ആ പെണ്ണ് ആള് ശരിയല്ല. അവൾ എന്റെ ചെറുക്കനെ കൊണ്ട് നാട് വിടുമെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടമ്മ, ഞാൻ എന്ത് ചെയ്യും? അത് നീ പറയുന്ന എന്തിനാ? ഞാൻ കനകന്റെ കാര്യമല്ല പറഞ്ഞത്. അയ്യോ, പിന്നെന്താ ക്ലീറ്റോ ആണോ? ക്ലീറ്റോ അവിടെ ഉണ്ടോ? ക്ലീറ്റസിന്റെ കാര്യമല്ല, ഞാൻ എന്റെ ചെറുക്കന്റെ കാര്യം പറഞ്ഞതാ, അഴകന്റെ കാര്യം. രണ്ടും കൂടെ അകത്ത് എന്തോന്നു കൂത്തായി കാണിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ മാധവൻകുട്ടി നിര്യാതനായി. 78 വയസ്സ്, അവിവാഹിതൻ. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല അമ്മാവ് എന്താ കല്യാണം കഴിക്കാതെ? അതൊക്കെ ഇപ്പൊ പ്രായത്തിലല്ലേ കുട്ടി. പ്രായോ? ചെറുപ്പക്കാരനല്ലേ അമ്മാവൻ. ഇനി വേണേലും കേട്ടാ നമുക്ക് നോക്കാം. സത്യം. അതൊക്കെ ഈ തറവാട്ടില് പിറന്നോണ്ടേ. അത് നാളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് കല്യാണം കഴിക്കാൻ. ഇപ്പൊ ആരെങ്കിലും നാളും ജാതൊക്കെ നോക്കോ? ഇപ്പൊ എല്ലാം ലവ് മാരേജ് അല്ലേ, വീട്ടിൽ പറയാ കെട്ടിച്ചു കൊടുക്ക. എന്തൊക്കെ നോക്കാം, നമുക്ക് നോക്കാന്ന്. ഒന്നും മിണ്ടാണ്ടിരിക്കും. ഭർത്താവിനെ കെട്ടിയിട്ട് ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടി. പാവാ ചേട്ടന്റെ ഗതിയെ. എന്താ ചെയ്യ? കണ്ടില്ലേ ചേച്ചി, ഇതൊന്നും ആ ചേട്ടന്മാരെ ഇട്ടിട്ട് പോവല്ലേ. പാവം ചേട്ടന്മാരാ. എന്താ കനക നീ ആ പോസ്റ്റിനെ പിടിച്ച് ക്ലിയറിന? ആ ജമ്പർ മാറ്റി കൊടുക്കുന്നു. എന്താണ്? നിനക്കാണ് കയറി ശരിയായി കൂടായിരുന്നടാ. ഞാനല്ലേ ദിവസവും കയറണ, നീ കയറാതെ പണി മറന്നു പോയാ. ഓക്കെ ഓക്കെയാ, അന്നിങ്ങോട്ട് പോര്. അയ്യോ, എന്തായി? ഒന്നുമില്ല. അതേ കനക, രാവിലെ തൊട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കരുതിയാണ്. അതെയോ? എന്നാ പറഞ്ഞോ. ഇവിടെ ഇരിക്കേ. എന്താണ്? അതെ, അയ്യോ, നീ എന്തും ഭാവിച്ചാണ് ആ പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാണ്? ഏത് പെണ്ണ്? ഏത് പെണ്ണ? കണ്ടില്ലേ അമ്മ? എടാ, അത് ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ എനിക്ക് അവള് റോങ് ആയിട്ടാണ് തോന്നണ. ഒരു കുഴപ്പമില്ല, അവള് ബോംബെയിലൊക്കെ ജനിച്ച് വളർന്നത് പെണ്ണാ. അവള് ഭയങ്കര സോഷ്യലായിട്ട് ഇടപെടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരി, സോഷ്യലായാലും സയൻസ് ആയാലും ഞാനൊരു കാര്യം പറഞ്ഞതേ, ബോംബെയിൽ വല്ല നൂലാമാല ഉണ്ടാക്കിയിട്ടാണ് അവള് വന്നേക്കണത്. അല്ലടാ, അവളിവിടെ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നീ അന്വേഷിച്ചാ? എന്തോ ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അമ്മാവൻ പറഞ്ഞതാണ്. അമ്മാവൻ പിന്നെ അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ സംഗതി എന്തോ ഒരു വകതിരിവില്ലാത്തൊരു കേസാണ്. എവിടെയോ ഒരു വക്കുപൊട്ടിയ കേസാണത്. ഒരു കുഴപ്പമില്ല, അത് നിന്റെ കണ്ണോണ്ട് നോക്കുമ്പോൾ നിനക്ക് തോന്നണതാ. എൻ്റെ കണ്ണോണ്ടല്ല, നീ നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജമന്തിയുടെ മോൻ ശ്രദ്ധിച്ചാ? ഇല്ല. എടാ, അവള് നിന്നോട് പറഞ്ഞില്ലേ വൈകുന്നേരം വരുമ്പോൾ കറക്കാൻ കൊണ്ടുപോകണം, അപ്പിടിയാണ് ഇപ്പിടിയാന്നൊക്കെ പറഞ്ഞാ? അപ്പൊ ജമന്തിന് നിന്നെ തിന്നാനുള്ള ദേഷ്യം ഉണ്ടായി ജമന്തിയുടെ മുഖത്ത്. ഒരു കുഴപ്പമില്ലടോ. ഏയ്, എനിക്കത് തോന്നണില്ല. നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ ആളുകൾ ഇതൊക്കെ കണ്ടാൽ വേറെ വല്ലതും പറഞ്ഞുണ്ടാക്കൂന്ന്.
ആളുകൾക്ക് പറയാൻ പറ്റാത്തൊന്നുമില്ലല്ലോ, ആളുകൾ പറയുന്നു പറയട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞു, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്തേലും പ്രശ്നം വന്നിട്ട് പിന്നെ നമുക്ക് തേച്ച് മാച്ച് കളയാനൊന്നും പറ്റൂല കേട്ടാ. എന്ത് പ്രശ്നടാ? ഒരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കതെന്തോ ഒരു സുഖക്കുറവ് തോന്നി, ഞാനത് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. എനിക്ക് ശരിക്കും പരിചയപ്പെടാനും പറ്റിയില്ല. എന്നാ പിന്നെ നാളെ പോവാ, പരിചയപ്പെടുത്തി തരാം. നാളെ നേരത്തെ വരാന്നാ. സോഷ്യലാണെങ്കിൽ പിന്നെ നമ്മൾ കളയരുതല്ലോ. അപ്പൊ എന്നാ ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? ഇനി ആ മാറായിപ്പറമ്പിൽ 3-4 പോസ്റ്റ് ഉണ്ട്. എന്ത് അവിടേക്കുള്ള കയറിപ്പോക്ക് വലിയ പാടാട്ടോ. മുകളിൽ ഞാൻ കയറിക്കോളാം. മുകളിൽ അല്ലെങ്കിൽ നീ കാരണം 3 പോസ്റ്റ് ഞാൻ കയറി, അത്ര തന്നെ പറ്റൂ. അഞ്ഞ് പരാതി പറയണോ, എൻ്റെ ചെവിക്കന്നെ അടി കൊടുക്കും ഞാൻ. ഏണി എടുക്കോ? ഏണിയൊക്കെ നീ എടുക്കണം. അതൊക്കെ പറഞ്ഞാൽ സർവീസ് 2-3 കൊല്ലം കൂടുതലുള്ള എനിക്കാണ്. എടുത്തോ. എൻ്റെ തലക്കിടരുത്, തലക്കിടരുത് പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പിടിച്ചോളാം. ഇങ്ങനെയാണെങ്കിൽ അവസാനം എനിക്ക് കെട്ടിയവനുണ്ടാവൂല. എന്താ മിണ്ടാത്തേ? ഞാൻ എന്ത് പറയാനാ? പിന്നെ ആരാ പറയേണ്ടത്? ഞാനും അമ്മ അന്നൊരു 100 വട്ടം പറഞ്ഞല്ലേ ഇത് വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ നാത്തൂനായിരുന്നല്ലോ നിർബന്ധം. അതിപ്പം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാവോ അമ്മേ. ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാനിത് സമ്മതിച്ചത്. ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. അമ്മാവനാണ്, കിമ്മാവനാണ്. അമ്മാവന്റെ വില പോകും, വാക്കിന്റെ വില പോകും. കൂട്ടത്തിൽ ഒന്നാണ്. നമുക്കിങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ എന്തായി? മര്യാദക്ക് പറഞ്ഞ് അയച്ചേക്കണം ഇവിടെ നിന്ന്. ഞാൻ ഇത്രേ പറയുന്നത്. അതിന് അമ്മ കുടുംബത്തിന്റെ നാഥയല്ലേ. ഇപ്പൊ അമ്മ പറ അങ്ങോട്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല, വേഗം പോവാൻ പറ. അപ്പൊ അന്ന് അമ്മ പറഞ്ഞാണല്ലോ ഇവിടെ കേട്ടിട്ടുണ്ടാന്ന്. അന്നപ്പോ അമ്മ ഈ കുടുംബത്തിന്റെ നാഥയല്ലായിരുന്നോ? അതിപ്പോ അതിപ്പോ സംഭവിച്ചോയില്ലേ. എന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മാവിന്റെ ഇനിയിപ്പോ എങ്ങനെയാ ഇതിനെ തൂത്തു പറയാനേ അങ്ങോട്ട് പോവാൻ പറ. ഇനി നിക്കണ്ട. ആ പെണ്ണും അഴകേശനും മാത്രമേ അവിടെ ഉള്ളൂ. ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അമ്മാവനെ അവിടുന്ന് ഒന്ന് ഇറക്കി വിടാമോ? എങ്കിൽ തന്നെ കുറെ സൗകര്യം മാസം എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലട്ടെ. എന്താ നോക്കിയിരിക്കണം? വാ എന്റെ കൂടെ. അതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം അവിടുന്ന്. ഞാൻ എണീക്കാൻ. ക്ലീറ്റ, കുളി കഴിഞ്ഞാ? ഞാൻ അപ്പുറത്തൊന്ന് പോയിട്ട് വരാട്ടാ. അവിടെ നിപ്പണ്ടല്ലോ സാധനം. ഹായ് ചേച്ചി. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. 8000 രൂപയാ. കൊള്ളാവോ? എന്തെങ്ങനെ നിക്കണേ? നീ വല്ലതും കഴിച്ചാ വെച്ചേ? എന്റെ അമ്മ പോലും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ കഴിച്ചോളാം അമ്മേ. എന്താ കൊള്ളാവോ? അങ്ങ് ബോംബെന്നാ. ആ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വേണോ? അയ്യോ, എന്റെ ഇരിപ്പുണ്ട് 2 എണ്ണം. വേണ്ട, എനിക്ക് ഇതൊക്കെ ഇഷ്ടം. ചേച്ചിക്ക് നന്നായിട്ട് ചേരും. എടുത്തു തരട്ടെ ചേച്ചിക്കോ? എന്തോ? ഓ, ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ ഇതെന്ത് കോലുവാ? ഇതെവിടെ പോവാ? ഞാൻ പാർട്ടിയുടെ മീറ്റിങ്ങിന്. ഇങ്ങനെയാ പോകുന്നത്? വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ ഉടുത്ത് ഒരു കളർഫുൾ ആയിട്ട് പോണ്ടേ? അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിങ്ങിന് പോകുമ്പോ ഇതാണ് ഞാൻ ഇടാറ്. പാർട്ടി മീറ്റിംഗ് ആ, എന്താ കളർഫുൾ ആയിട്ട് പോണ്ടേ? പയ്യന്മാരെ പോലെ നല്ല കളർഫുൾ ഷർട്ടും പാൻസ് ഒക്കെ ഇട്ട്. നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ? ഒരു വേണം കഴിച്ചോളൂ. മോളും വളരെ നിറച്ച് അമ്മാന്റെ ഒരു ദോഷം കൂടി തരട്ടെ. വയറ് നിറഞ്ഞു. ഇനി ഒന്നും ചെല്ലില്ല. കഴിക്കമ്മ. നേരത്തോട് തിരുമ്പോ എങ്ങനെയല്ലേ കഴിക്കാം. എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു ദോഷം കൂടി തരട്ടെ. വേണ്ട, അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. എന്നാ 2 ദോഷം ഉണ്ട്. ഇത് 2 കഴിച്ചിട്ട് പോയാൽ മതി. അത് അവള് തന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഈ മുട്ടയും കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. എന്താ മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് എന്റെ സ്വഭാവം പറഞ്ഞു.
ആരാ? ഞാനാ. ഞാനോ? ആ ക്ലീറ്റാണോ? ആ ഞാനാടി. ക്ലീറ്റ പോയില്ലേ ഇതുവരെ? ആ പോയ ഞാനേ ഡ്രസ് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വെച്ച്. ഇതെന്തത്? എന്ത് ഇത് അലമാരുടെ ഏറ്റവും അടിയിലിരുന്ന് വെച്ച പൂത്ത് മണക്കണം. എന്തിനാ ഇതെടുത്തിട്ടേക്കണേ? പൂത്ത് മണക്കണം എന്നാണ് പറഞ്ഞ. ഒരു ബോട്ടിൽ സ്പ്രേ ഞാൻ ഇതിൽ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. മണല്ലേ? ഓക്കെ. എവിടെ പോവാന്ന്? പാർട്ടി മീറ്റിങ്ങിന്. പാർട്ടി മീറ്റിങ്ങിന് നിങ്ങൾ ഇങ്ങനെ പോവാറില്ലല്ലോ. പാർട്ടിക്ക് അവിടെ ഇന്ന വേഷം ഇട്ടുകൊണ്ടേ പോകാവുന്നൊന്നുമില്ല. ഞാൻ പിന്നെ കുറേ നാൾ വെള്ളം ഇട്ടുകൊണ്ട് പോയാലേ ഒരു ദിവസം ഒരു മാറ്റം അത്രേ ഉള്ളൂ. ഒരു നല്ലതായിരിക്കും ഒരു ചേഞ്ച്. ഒരു ചേഞ്ചും ഇല്ല കേട്ടാ. ഭയങ്കര ബോറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഇത് ഇടാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയി. വയറും ചാടി. വയറും ആരാ പറഞ്ഞു? എവിടെ വയറ് ചാടിയിരിക്കുന്നു? എന്തേലും പറയല്ലേ ഇതൊക്കെ. പറയാം, നമുക്ക് ഈ ഡ്രസ്സിന് അങ്ങനെ പ്രായമൊന്നുമില്ല. നമുക്ക് ഏത് ഡ്രസ്സ് ഏത് പ്രായത്തിലും ഇടും. ഇവന് വിദേശികളൊക്കെ ഡ്രസ്സില്ലാതെ നടക്കണ്ടേ. അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നല്ലേടി എവിടേക്കാ പോണെന്ന്? പറഞ്ഞില്ലാണോ? ഇതൊക്കെ നിന്റെ കുഴപ്പമാണ്. ഇതൊക്കെ നിന്റെ കുഴപ്പമാണ്. ആലാപിനെ ഞാൻ അവനെ പറയൂ. ഇനി ഞാൻ എവിടെ പോയിട്ടാണ് ഈ ക്ലീറ്റസിനെ അന്വേഷിക്കുന്നത്? നീ അത് പറ. ഞാൻ വരാം, നീ ഫോൺ കട്ട് ചെയ്തോ. ഓരോ പുലിമാലുകൾ ഉണ്ടാക്കി വെച്ചിട്ട് തലക്ക് വെളിവില്ലല്ലോ. വന്നിരുന്നാ തുടങ്ങും ക്ലീറ്റസ് ക്ലീറ്റസ് ക്ലീറ്റസ്. ഇത് വായിക്കാൻ സമ്മതിക്കൂല. ഇതാ അടുത്തത് പുതിയ കേസ്. എന്താണ് പുതിയത്? സംഘത്തിന്റെ പരാതി. ക്ലീറ്റസിനെ വീട്ടിൽ നിന്ന് കാണാനില്ല. അവിടെ ആ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവളെയും കാണാനില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയെന്നപ്പോൾ അവള് പറയണത്. അവൻ്റെ കൂടെ ഒളിച്ചോടൂ? അവനൊന്ന് വിളിച്ചു നോക്കിയാ നീ? അവനെ വിളിച്ചു നോക്കി കിട്ടണില്ലാന്ന്. അവളുടെ നമ്പർ ഉണ്ടാ? അവളുടെ നമ്പർ എൻ്റെ അടുത്തില്ല. അവളുടെ നമ്പർ എൻ്റെ അടുത്തില്ലടോ. പിന്നെ ഇവര് എവിടെ പോകാനാണിത്? അപ്പൊ ഇവരോടൊന്നും പറഞ്ഞില്ലേ ഇത് രണ്ടുപേരും എവിടെ പോണേന്ന്? ചിലപ്പോ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് പോയതായിരിക്കും അവൻ. എവിടേക്കാ പോകുന്നത് അവള് ചോദിച്ചു അത്രേ. അപ്പോൾ അത് പറയാൻ സൗകര്യമില്ലാന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇൻഷേർട്ട് ചെയ്തൊക്കെയാണോ പോയേക്കണ? കനക, ഇവൻ തങ്കത്തിനെ പ്രേമിച്ച് വിളിച്ചുകൊണ്ട് പോയവനല്ലേ? ഇവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവോട്ടാ. ചുമ്മാ അതിന് നീ. എടാ ഞാൻ വെറുതെ പറയണല്ലേ. ഇങ്ങനെ പ്രേമത്തിന്റെ അസ്കിതയുള്ളവന്മാരെ ആരെ കണ്ടാലും പ്രേമിക്കും. വിളിച്ചാൽ പോവുമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇവന്റെയൊക്കെ കുളിര് മാറി കിടക്കല്ലേ. എടാ ആ പെൺകുട്ടി കുറച്ച് വകതിരിവൊക്കെ ഉള്ളതാണ്. അവൾ അങ്ങനെയൊന്നും ചെയ്യൂല. അവൾക്ക് അത്ര വകതിരിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നല്ല. എല്ലാവരോടുള്ള ഒരു പെരുമാറ്റം റോങ് ആയിരുന്നു. എടാ റോങ് ഒന്നുമല്ലത്. അത് അവള് സോഷ്യലായിട്ട് പെരുമാറുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു വിഷയമില്ല. എന്ത് സോഷ്യലിന്? ഇത് അമേരിക്കയായിട്ടാണ്. ഇപ്പൊ ക്ലീറ്റസിന് ഒരു പണിയില്ല. അവൻ ഫുൾ ടൈം അവിടെ ഉണ്ടായതുകൊണ്ട് അവൻ കൊണ്ടുപോയി. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ കൊണ്ടുപോകും. അതൊക്കെ ആ സൈസ് സാധനങ്ങളാണ്. എനിക്കറിയാതെ കണ്ടപ്പോഴേ തോന്നിയാണ്. ഞാൻ പിന്നെ നിന്നോട് പറയണ അങ്ങനെ നിന്റെ ബന്ധുവാണ്, അമ്മാവും കൊണ്ടുവന്നൊക്കെയാണ്. ഇത് സംശയിക്കാനൊന്നുമില്ല. സംഘം പാറാവറന്തലായി. ഈ അമ്മാവൻ ഓരോ കുരിശുകളായിട്ട് വരുന്നതാണ്. എന്തൊരു കഷ്ടപ്പാടാന്ന് എനിക്കറിഞ്ഞു. എന്തിനാണ് നീ ഇയാൾ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കണ്ണും പൂട്ടി അമ്മാവനാണെങ്കിൽ ഇമ്മാവനാന്നും പറഞ്ഞ് 5-6 സെന്റ് സ്ഥലവുമുണ്ട്. അയാൾ പറയണ എല്ലാം കേൾക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയിട്ട് ഈ ക്ലീറ്റസിനെ അന്വേഷിക്കും? എവിടെ പോയിട്ട് അന്വേഷിക്കാൻ? അവൻ വേറെ വീട് മാടൊക്കെ എടുത്ത് താമസിക്കണ്ടാവും. നീ ഇവർക്ക് ചെലവിന് കൊടുക്കാൻ നോക്ക്. അന്വേഷിക്കാൻ നടക്കണം. എന്നാലും അവള് ക്ലീറ്റസിനെ അടിച്ചോണ്ട് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ല എനിക്ക് അഴകേശനെയായിരുന്നു സംശയം. ഏത് സമയവും രണ്ടും കൂടെ മുറിയിലിരിപ്പ. പിന്നെ എനിക്ക് അതല്ല പ്രായം. എന്റെ സംശയം മുഴുവൻ ജമന്തി പറഞ്ഞ പോലെ കനകനായിരുന്നു. ജമന്തി എപ്പോഴും പറയായിരുന്നു ഇവര് തമ്മിൽ അടുപ്പാണ്. അങ്ങനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവസാനം ക്ലീറ്റസിനെ കൊണ്ടാണ് പോയി. ഭയങ്കര ബുദ്ധിശാലി അവള്. അല്ല ഇതവളല്ലേ ക്ലീറ്റന്റെ ബുദ്ധിയാ. ക്ലീറ്റ ഇങ്ങനെയൊക്കെ എന്നെ പ്രേമിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് ആ പെൺകൊച്ചിന് വല്ല പ്രാന്തണ്ടാന്നാണ്. ലോകത്ത് ആരെങ്കിലും അമ്മാവ് ഇവന്റെ ഒക്കെ പുറകെ ഇറങ്ങി പോവോ? ഇതേ ഇറങ്ങിപ്പോയ ഒരെണ്ണമാണ് ഒരു ട്രോഫി ആയിട്ടായിരിക്കണത്. ഇതിങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നടോ. ഇത് ആദ്യം എനിക്കറിയായിരുന്നു. ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവന്മാര് മുഴുവൻ അങ്ങനെയാണ്. കുറെ കഴിയുമ്പോ പെണ്ണുങ്ങളെ കിട്ടിയിട്ട് അവരവരെ ഒഴിക്കാണ് പോകും. എന്റെ പൊന്നു തങ്കം, നീ കരയാതെ. കുറെ നാള് കൊണ്ട് കിടന്നിട്ട് അവൻ തിരിച്ച് നിന്റെ അടുത്തോട്ട് തന്നെ വരും. ഏട്ടാ ഒന്ന് പോയി അന്വേഷിക്കേട്ടാ. ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? നീ ഒന്ന് വിളിച്ചു നോക്കടാ. എടി, ഓ
എന്തോ പറയാനാ, പണ്ടേ ഹവീൽദാർ ഇതുപോലെ ഒരു ചാട്ടം ചാടാൻ നോക്കിയതാണ്. ഞാൻ വരച്ച വരയിൽ നിർത്തി കളഞ്ഞ്. പിന്നെ അല്ലാതെ അതല്ലെന്ന്, പെണ്ണുങ്ങൾക്ക് കുറച്ച് സാമർത്ഥ്യം വേണം. എവിടെ അങ്ങനെ വിട്ട് കളഞ്ഞിട്ട് തന്നെയാണ് ഇതുണ്ടായത്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതേടാ ഞാൻ വിളിച്ചു, പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ അവളെ വിളിച്ചൂടെ? അവളെ എന്നെ വിളിച്ചല്ലോ. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് പറഞ്ഞു ക്ലീറ്റസിനെ എനിക്ക് ആക്കണ്ട, അവനെ കുറിച്ച് പേടിക്കണ്ട, ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അവരൊരുമിച്ചുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കാത്തിരിക്കണം? പോയി കിടക്കാൻ നോക്കമ്മ. കനക, നേരെ ഉത്തരം ഇനി കിട്ടിയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? രണ്ടുപേരും കൂടി പിടിച്ച് കെട്ടിച്ചു വിടും, അല്ലെങ്കിൽ മൂന്നാലെണ്ണത്തിനെ കൊടുക്കണ്ട, ബാക്കിയുള്ളവരും കൂടി പോട്ടെ. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ നോക്ക്. അതിലൊന്നും കാര്യമില്ല അമ്മ, അവര് പ്രായപൂർത്തിയായതാണ്, അവർ ഒന്നിച്ച് വിടുള്ളൂ. എന്നാലും ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഒരു വിഷമം. എന്താ എനിക്ക് വയ്യടാ. സാക്ഷിയോ? സാക്ഷി ഒന്നുമില്ല. അളിയാ, നിങ്ങൾ എവിടെ ഇത്ര നേരം? അതവിടെ നിൽക്കട്ടെ. ഇതാരാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അമ്മ വന്ന് നോക്കേ. അമ്മയ്ക്കോ മനസ്സിലായില്ല? എന്റെ അമ്മ, ഇതെന്റെ ഹസ്ബൻഡ് പ്രവീണേട്ടൻ. എന്റെടാ, നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. എടാ നീ ഒച്ചായിരിക്കുമ്പോ കണ്ടതല്ലടാ, പിന്നെ അച്ഛൻ ഫോണിൽ കൂടെ വിളിച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവന്റെ കാർ എടുത്ത് നേരെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു. ഞാനേ പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് കൊച്ചിന്റെ ഫോൺ വരുന്നത്. ക്ലീറ്റോ ചേട്ടൻ ഉടനെ വന്നേ പറ്റുള്ളൂ, കനകനെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ വരെ കൂടെ അങ്ങ് കൂടി. ഞാൻ കനകൻ ചേട്ടനെ വിളിച്ചിരുന്നതാ, ചേട്ടൻ ഫോൺ എടുത്തില്ല, അതാ ഞാൻ ചേട്ടനെ വിളിച്ചേ. നീ ഫോണ് വിളിച്ചിട്ട് എടുത്തില്ല എന്നും പറഞ്ഞാണ് അവള് ഈ പരാതിപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കണത്. ഓ അതെ, ഫോൺ എടുക്കാത്തതിന് വേറെ കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ കോവളം, വേളി, ശംഖുമുഖം, മാക്കുളം, മ്യൂസിയം ഒക്കെ കറങ്ങി നേരെ കടലിൽ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി. അത് മരിച്ചു. പിന്നെ എനിക്ക് സമാധാനമായിട്ട് പുതിയ ഫോൺ ഓഫർ ചെയ്തിട്ടുണ്ട്. അനക്ക് സമാധാനം. നേരത്തിന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നാണേ, അത് ഈ നേരായിട്ടും കാണാത്തോണ്ടാ അവളിങ്ങനെ രക്ഷപ്പെട്ടത്. ഞാൻ അമ്മാവനെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ കൂടെ ഉണ്ട്, ഞങ്ങൾ ഉണ്ടിട്ടേ വരുള്ളൂ എന്ന്. ഒരുമിച്ച് ഉണ്ടൂന്നാണോ പറഞ്ഞേ? പിന്നല്ലാതെ. അത് ശരി. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, പ്രവീണിന് 10 ദിവസം ലീവേ ഉള്ളൂ. അതുകൊണ്ട് ഇവളെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയാണ്, ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങ് വിടാന്ന്. കാരണം ഇവർക്ക് പോയിട്ട് ഇനി എവിടെയൊക്കെ ടൂർ ഉണ്ടെന്ന്. എന്റെ പോന്നു മക്കളെ, 2 ദിവസം നിന്നിട്ടൊക്കെ പോവാ. ഇല്ല, അയ്യോ പോണമ്മ. പിന്നെ വല്ല വെള്ളം ചായ വെള്ളം കുടിക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്താ കുന്തമഴിക്കുള്ള നിൽക്കണത്? വേറെ അതാരാണാവോ? പടച്ചോനോർത്ത് എടുക്കണ്ട അമ്മാവ. ഇനി ഇതുപോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ടെന്ന് നിർത്താനാണ്. അതിനെന്താണ്? വേണ്ടാന്നേ. നല്ലതല്ലേ? അതെ, നല്ലതല്ലേ? Versus Alien.